ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് കയറാം. ഓ മോനെ, എടാ അതിലേത് വേണോന്ന് അടുത്ത് നമ്മുടെ ബാസ്കറ്റ്ബോൾ പ്ലെയർ ബാസ്കറ്റ്ബോൾ കളിക്കാൻ പോകുന്നു. മെസ്സി, ഓ നിങ്ങൾ മെസ്സിയാണോ? ഒരു കളി പോലും കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ മെസ്സി. സത്യം, ഈ വട്ടെ ഫുട്ബോളിനെ പറ്റി അങ്ങനെ അധികം ഗ്രാഹ്യൊന്നും ഇല്ലാത്ത ആൾക്കാർ പോലും ഭയങ്കര ഫുട്ബോൾ ഫാൻസും. ഇതുവരെ ഒരു കളി പോലും കണ്ടില്ല. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഗോൾ അടിക്കുന്ന ഷോട്ട് മാത്രം കാണും. ഞാനും ഈ വട്ടം ഒരു കളി പോലും കണ്ടില്ല കേട്ടോ. പക്ഷെ മെസ്സി ഇഷ്ടമാ. മെസ്സി അല്ല, മെസ്സി. പക്ഷെ നമ്മള് ഡ്രസ്സ് വാങ്ങിച്ചിട്ട് എത്ര ദിവസമായത് ഇടണമെന്ന് വിചാരിച്ചു. ഇനി വേൾഡ് കപ്പ് എന്തായാലും കഴിഞ്ഞില്ല. ഇനി ഒരു ഫൈനലും കൂടെ ഉണ്ട്. ഫൈനലേ ഉള്ളൂ. അർജന്റീന ജയിക്കും. അമ്പുക്കുട്ടി ക്യൂട്ട് കേട്ടോ. പക്ഷെ അമ്പുക്കുട്ടിയുടെ ബാക്കി നമ്പറില്ല. അയ്യോ നമ്പറില്ല. എന്റെയും ബാക്കി നമ്പറില്ല കേട്ടോ. എന്റെ കാണിക്ക് മൃദുലൊക്കെ കറക്റ്റ് ജേഴ്സി കിട്ടിയത്. ഇത് ഫിഫ 2022. ഇത് ജേഴ്സി അല്ല, ഇത് ചുമ്മാ ഒരു മോഡൽ. ഇത് ജേഴ്സി അല്ല, നീ ഇട്ടിരിക്കുന്നതാണ് കറക്റ്റ് ജേഴ്സി. പക്ഷെ ഇത് 2022 ഫിഫ കണ്ടോ. അത് ഇപ്പോഴത്തെ വേറെ അതുപോലെ ഇപ്പോഴത്തത് ഇവിടെ കിട്ടായില്ലേ. എല്ലായിടത്തും വരും, സ്റ്റോക്ക് ഔട്ട് ആവും. കിട്ടുന്നതൊക്കെ ഭയങ്കര റേറ്റുവാ. നമ്മൾ കുറേ നാൾക്ക് ശേഷം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലോട്ട് വന്നിരിക്കും കേട്ടോ. എത്രയും അടുത്ത് കിടന്നിട്ട് വരത്തില്ല. എത്രയും ഇവിടെ ഈവനിങ് ഒക്കെ നല്ല കേട്ടോ. വെയിലും ഇല്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കിംഗ് പരിപാടി, റണ്ണിങ് അങ്ങനെയൊക്കെയാണ്. നൈസാണ്. അതെ അതെ, കാറിലൊക്കെ ഇരിക്കും. അതെ, ഒരു തണലുണ്ടല്ലോടാ. ഈ രണ്ട് സൈഡ് നല്ല തണലല്ലേ. നല്ല രസമാണ്. അപ്പൊ കുട്ടി കൊള്ളാം അല്ലേ, ചേരുന്നുണ്ടല്ലേ. ആപ്പിൾ തിന്നോണ്ടിരിക്കുന്നു. ഇറങ്ങാൻ നേരം ഇറങ്ങണം. നടത്തി വിട്ടാലോ വണ്ടികൾ വരുന്നില്ല. വണ്ടി വേണ്ട, ഇറക്കില്ല. നമുക്ക് ഫണ്ടൂറയുടെ ഒരു കാർഡ് ലുലു ഫ്രീ ആയിട്ട് തന്നു. 1000 രൂപ ഉണ്ട്. നമുക്ക് ഫണ്ടൂറ കയറണം കേട്ടോ. അതിന് എക്സ്പയറി ഡേറ്റ് എത്ര ദിവസം ഉണ്ടെന്ന് തോന്നുന്നു ഈ ആ കാർഡിന്. അത് കഴിയുമ്പോൾ 6 മാസം എന്തേ ഉള്ളൂ. അത് കഴിയുമ്പോൾ ആ കാർഡ് പിന്നെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അവനെ കയറ്റാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ കയറാം. കുഞ്ഞുണ്ടല്ലോ, വേറെ കുഞ്ഞുണ്ടല്ലോ. ടീയൊക്കെ നോക്ക്. ഞാനേ 2 സൈഡ് കെട്ടിയത്. അപ്പൊ ഏട്ടൻ പറഞ്ഞു കൊള്ളത്തില്ല. ഞാൻ പിന്നെ രണ്ടും കൂടെ അങ്ങ് ചേർത്ത് ഒന്നാക്കി. ഇത് കറക്റ്റ് മറ്റേ വെപ്പുമുടി എക്സ്റ്റൻഷൻ എന്നല്ലേ പറയുന്നത്. അത് കുത്തിവെച്ചാ കൊണ്ട് ഒറിജിനല്. ഞാൻ നമ്മളെ വണ്ടിയുടെ ഒരു ഷോട്ട് കണ്ടേ. നമ്മൾ ഈ വണ്ടിയുടെ ഷോട്ടൊന്നും അധികം നമ്മൾ എടുക്കുന്നില്ല. എപ്പോഴും ഫോർച്യൂണർ കൊണ്ടുപോകുമ്പോൾ അതിന്റെ ക്ലിപ്പ് എടുക്കും. ആൾക്കാർക്ക് അത് ഇഷ്ടമുള്ള. പക്ഷെ നിങ്ങൾ ആ ക്ലിപ്പ് ഒന്ന് ഭയങ്കര ക്യൂട്ടാ. നമ്മൾ ഈ കാറ് നല്ല രസമുണ്ട്. ചില EV കാറുകൾക്ക് നമ്മള് എന്താ പറയലേ, കാക്കയ്ക്ക് തൻകുഞ്ഞു പൊൻകുഞ്ഞു എന്ന് പറയുന്ന കണക്ക് അങ്ങനെ പറയുമല്ല. പക്ഷെ ചില EV കാറുകൾക്ക് അത് EV കാറാണെന്നൊരു മോഡലുണ്ട് ഫ്രണ്ട് കൊണ്ടും. പക്ഷെ നമ്മൾ ഈ വണ്ടിക്ക് ഒരു EV കാറിന്റെ മോഡൽ ഇല്ല. നമ്പർ പ്ലേറ്റ് മാറ്റിയ വേറെ കാറാണ്. നോർമൽ ഒരു നമ്മുടെ നോർമൽ ഐസ് എഞ്ചിൻ വണ്ടികളുടെ ഒരു ലുക്കാണ് നമ്മുടെ ഈ വണ്ടിക്ക്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? നിങ്ങൾക്ക് ഇപ്പൊ ഈ ക്ലിപ്പ് കണ്ടപ്പോ അങ്ങനെ തോന്നിയെന്ന് കമന്റ് ചെയ്യണേ. ഏട്ടൻ പറയും ഇതൊരു ബ്ലാക്ക് ലേഡി. ഭയങ്കര സ്വീറ്റ് ആണ്. അത് നമ്മള് ഇപ്പൊ കൂടുതലും യാത്ര ചെയ്യുന്നത് ഈ വണ്ടിയിലാണ്. അതായത് അതിപ്പം ലാഭം കൊണ്ട്, അതായത് ബാറ്ററി ആയതുകൊണ്ട് മാത്രമല്ല, ഇത് തരുന്ന ഒരു കംഫർട്ട് അത് വേറെ ലെവല് കേട്ടോ. അത് ഈ സത്യം പറഞ്ഞ എല്ലാരും പറയും EV എടുത്തു കഴിഞ്ഞാൽ പിന്നെ EVയെ ഡ്രൈവ് ചെയ്യൂ. അത് സത്യം കേട്ടോ. നമ്മൾ ബാക്കി ഒരു വണ്ടിയും തൊടൂല. കാരണം അത്ര സൈലന്റ് ആണ്, ഭയങ്കര റിഫൈൻഡ് ആണ്, ഭയങ്കര കംഫർട്ടാ. നീ ഉടങ്ങി വെച്ചേ കുഞ്ഞു മെസ്സി. എന്ത് പറഞ്ഞോണ്ടേ? ഞാൻ പറഞ്ഞില്ല. നമുക്ക് എയർ അടിക്കണം. കൈ പിടിച്ചു വെച്ച് അവനെ എടുക്കാൻ എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയില്ലെങ്കിൽ അവനെ എടുക്കണോ? എന്റെ വാടി അമ്പുക്കുട്ടി നിനക്ക് നിങ്ങൾ മെസ്സി ഫാൻസ് ആണോ?
ആടാ മെച്ചി, ആടാ റൊണാൾഡോ. അപ്പൊ ഇങ്ങനെ ആക്കി ചിരിയ ആ തലയും കൂടെ ഇങ്ങനെ ആക്കിനാണാക്കിയോട്ടെ. ചുണ്ടടി കാക്കയ്ക്ക് തങ്കുഞ്ഞു പൊങ്കുഞ്ഞു. ആൾക്കാരുടെ മുഖത്ത് നടക്കാം. ക്യാമറ അടുത്തോട്ട് മഴയാ, നേരിട്ട് വന്നാ മഴയാ. മഴ പെയ്യാ പെയ്യുന്ന മഴ ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. 1000 പറഞ്ഞു തോന്നുന്നു. സോ നമുക്ക് ബോൾ അറിയാം. എത്ര നാളായില്ലേ ബോൾ? ലാസ്റ്റ് ബോൾ നീയാ വിൻ ചെയ്തു. ഞാനാ എപ്പോഴും ഞാനാ വിൻ ചെയ്യുന്നേ. നിങ്ങൾ അടങ്ങിയിരിക്കണേ ബോൾ അറിയുമ്പോ. എനിക്കറിയുന്ന 50 നാലം പാക്കും ഞാൻ വെച്ചോണ്ടറിയാം. കുട്ടി ചേച്ചി അറിയാറായിട്ട് ഇപ്പഴാട്ടോ വരുന്നേ. എല്ലാം ചുറ്റും നോക്കുന്നു, സൗണ്ട് കേൾക്കുന്നു, ഓരോരുത്തർ കറങ്ങുന്നു. ഇപ്പഴാ സത്യത്തിൽ ഇപ്പഴാ ഞാൻ അന്ന് പറഞ്ഞാണെങ്കിൽ ഇപ്പഴാ എൻജോയ് ചെയ്യാൻ തുടങ്ങിയത് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ. പക്ഷെ ഇവന്റെ പ്രായത്തിലുള്ള ഒന്നും കേറാൻ പറ്റുന്ന ഒന്നുമില്ല. 4 വയസ്സിന് എല്ലാം 4 വയസ്സിന് മുകളിലോട്ടുള്ളത്. അതുകൊണ്ട് അപ്പുവിനൊന്നും കേറാൻ പറ്റത്തില്ല. ഇപ്പൊ നമുക്ക് കറങ്ങാം. കളി നടക്കല്ലേ? കളി നമുക്ക് നമ്മളവിടെ വാ, അവിടെ പേര് സെറ്റ് ചെയ്യാം. ഗൈസ്, അപ്പൊ നമ്മളെ ഗെയിം ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നു. തുടങ്ങാം. ആര് ജയിക്കും? ഇന്നെനിക്ക് ജയിക്കാം. ലാസ്റ്റോടെ നീയാ ജയിച്ചത്. ലോഡിങ് ആവുന്നേ ഉള്ളൂ കേട്ടോ നമ്മുടെ പേര്. അമ്പക്കുട്ടി അടങ്ങിയിരിക്കും. അമ്പക്കുട്ടിക്ക് പുതിയ കൗതുകം കേട്ടോ. അവിടെ തുടങ്ങി. ഞാൻ സ്റ്റാർട്ട് ചെയ്യട്ടെ. എന്തായാലും ചാലിപ്പോയില്ല. 3 വീണോടെ. തുടക്കം അത്ര പോരാ. 2 ഉണ്ട്. ഒരെണ്ണല്ലേ ഉള്ളൂ. 2 ഉണ്ട്. മറന്നില്ല. അമ്മക്കുട്ടി കൈവിട്ട് മെസ്സി എറിയാൻ പോകുന്നു. പെണ്ണ് ഭയങ്കര ഓട്ടോ. പെണ്ണ് 3 ഉള്ളു. ആ നേക്ക് മറന്നിട്ടില്ല കേട്ടോ. ഞാൻ പിടിച്ചോളാം. ചാലിപ്പോട്ടെ. ഓ രക്ഷപ്പെട്ട് സന്തോഷമായി. ഇപ്പം പോയിന്റ് നില 7-3. ഓക്കെ, പിടിക്കൂ. മാറും. നിന്നെ കളിക്കാൻ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ റെഡ് കളിച്ചാ ഓളൊക്കെ മാറ്റിയെടുക്കുന്നത്. ഞാൻ റെഡ് എടുത്തോണ്ടായിരിക്കുമല്ലേ. ഏറി എടാ, അത് മാസായിരുന്നു കേട്ടോ ഗായ്സ്. ഒറ്റൊരെണ്ണം പോലും ഇല്ല, എല്ലാം കംപ്ലീറ്റ് ആക്കി. അത് മാസായിരുന്നു കേട്ടോ. സ്ട്രൈക്ക് പോയി. അടുത്തത് കണ്ടം വഴി പോകും. എനിക്ക് ഒന്നേ ഉള്ളൂ. ഫുള്ള് വീണ ഒന്നേ ഉള്ളൂ. ആണോ? ഇനി അടുത്ത നീയാ. ഞാൻ നോക്കണം. ഗൈസ്, ഇപ്പൊ എനിക്ക് 13 ആയി കേട്ടോ. 13. സെന്റർ പിടിച്ചോട്ടോ അറിയുന്നേ. ഓ ഗൈസ്, നീയും കൊള്ളാം കേട്ടോ. 15. 2 പോയിന്റിന്റെ ലീഡ്. 15. സ്കോർ ബോർഡ് 15-13 നിൽക്കുക കേട്ടോ. അമ്പോട്ട് ഇവിടെ ഗ്രൗണ്ട് സപ്പോർട്ടിങ്ങിനുണ്ട്. അതിൽ അടുത്ത് എറിയാൻ പോകുന്നു. ചാല്. രണ്ടാമത്തല്ല ചാല്. എനിക്ക് രണ്ടാമത്തെ അങ്ങോട്ട് എറിയാൻ പറ്റുന്നില്ല ഗൈസ്. സൈഡിലാണെങ്കിലേ വീണ് 25 6 വീണ കേട്ടോ. അങ്ങോട്ടങ്ങ് പൊളാഞ്ഞ് വയ്യ. കറക്റ്റ് സെന്റർ ചെയ്തിരുന്നു. നീ ചെയ്യും കേട്ടോ. 33-15. ആദ്യം ഒന്ന് നമുക്ക് പാളിയെങ്കിലും പിന്നെ നമ്മൾ തിരിച്ചു പിടിച്ചു ഗൈസ്.
അമ്പുക്കുട്ടിക്ക് ഒന്നെടുത്ത് എറിയണമെന്നുണ്ട് കേട്ടോ. അവന് പൊക്കാൻ പറ്റൂലത്. അപ്പൊ അടുത്ത് എറിഞ്ഞോ, അടുത്ത താങ്കളുടേതാ. അയ്യോ പിടിച്ച് ഊക്കിനറി, കണ്ണ് വെച്ചെന്നെ സെന്റർ പിടിച്ച് ഊക്കിനറി. ഇപ്പൊ ഞാൻ പറഞ്ഞു തരേണ്ട അവസ്ഥയായപ്പോ ഇതിലെ സെന്റർ പിടിച്ച് ഊക്കിന്. അയ്യോ എന്നെ കണ്ണ് വെച്ച് കഴിഞ്ഞു. ഞാൻ ഒന്നും അറിഞ്ഞില്ല, ഒരൊറ്റ അമ്മ എറിഞ്ഞോളൂ ഇപ്രാവശ്യം. എന്ത് പറ്റിയ പാത്തിക്കമ്പൂ അച്ഛൻ്റെ വഴിയാണ്. ഓ അയ്യോ ഏട്ടാ ഇവിടെ അമ്പത് അച്ഛൻ പറയും അതും ചാലിപ്പോയേ. ശരി എന്നാ വാ. ഇതെന്തോ പകർച്ചവ്യാധി. ഡ്രോ പോയടാ, ഒരു പോയിന്റ് പോലും കിട്ടില്ലടാ എനിക്ക്. അയ്യേ മൃദുലക്ക് ഇനി ഗോൾഡൻ ചാൻസ് ആട്ടോ കേറി വരാൻ. ദൈവമേ വീടല്ലേ. ഓ ഇല്ല, ചാല് ചാല് ഈ വട്ടം ചാലിന് എന്തോ പറ്റി കേട്ടോ. നീ ഒരു കാര്യം ശ്രദ്ധിച്ചു, അമ്പൂട്ട് അടങ്ങാതിരിക്കുന്നു, അനങ്ങാതിരിക്കുന്നു. ഓ അയ്യോ എന്ത് പറ്റി, എന്ത് പറ്റി മല്ലയ്യ? ഞാൻ ഒന്നുപോലും വീഴുതായിരിക്കുന്നല്ലേ, ഒരെണ്ണം പോലും അറിയാൻ പറ്റിയില്ലല്ലോ. പോയി പോയി ചാലി പോയി. അതെന്തായാലും പോവും, കുറച്ചേലും വീഴും. പോരാ, പ്രതീക്ഷ പോലെ അങ്ങോട്ട് പറ്റുന്നില്ലല്ലേ? പറ്റുന്നില്ല. എനിക്ക് 37, മൃദുലക്ക് 16. കംബാക്ക് അടിക്കുവോ? ഒരെണ്ണം ഇട്ട് കഴിഞ്ഞ കംബാക്കാ. എടാ ഇതിനൊട്ട് വെയിറ്റ് ചെയ്യണോ? ചിലതിന് ഭയങ്കര വെയിറ്റ് ഉണ്ട്, ചിലതിന് വെയിറ്റ് ഇല്ല. വെയിറ്റ് കുറഞ്ഞതാ ഏറ്റവും നല്ലത്. വെയിറ്റ് കൂടുതലുള്ളതല്ലേ നല്ലത്? ഇറക്കാം. അല്ല വെയിറ്റ് കുറഞ്ഞതാ കുറച്ചുകൂടി നല്ലത്. അങ്ങോട്ട് പോയി നിറി, ഇവിടെ നിറിയുന്നില്ല. അല്ല വെച്ചില്ല. വെച്ചില്ല. ഓക്കേ ഗയ്സ്, അടുത്ത് എറിയാൻ പോകുന്നു. ഫ്ലാറ്റോ പൊട്ടി പോകും. അതെന്തൊരു എറിയാ എറിഞ്ഞത്, അത് പൊട്ടിയതിന് പോ. ഓ ആ ചേച്ചി കറക്റ്റ് ആയിട്ട് എറിഞ്ഞോ. ഓ ചേച്ചി ഒന്ന് എറിഞ്ഞു തരൂ. ആ അത് കറക്റ്റ് അടി. അത് ഒരുമാതിരി ഇടക്കമായി പോയട്ടോ. അല്ല നിന്നെ തോപ്പിക്കത്തില്ല. എത്ര പോയിന്റ് എത്രയായി? 36 26 37 ഇത് ഞാൻ ഇട്ടില്ലെങ്കിൽ എന്റെ കാര്യം ഗോവിന്ദയാ. ചാലി പോയി ഇതിനെ ഇട്ടില്ലെങ്കിൽ ഞാൻ തിരിച്ചു വരുവേ. സത്യം പറഞ്ഞാലേ നമ്മൾ ആത്മാർത്ഥമായിട്ട് എറിയണം ഗൈസ്. ഇത്ര നേരം ഞാൻ അങ്ങനെ എറിഞ്ഞില്ല, ലാസ്റ്റ് ഞാൻ അങ്ങനെ എറിഞ്ഞു വീണു. അത് കറക്റ്റ് ആണെങ്കിൽ ഒരുപാട് വീണില്ല അല്ലേ? അതെ ഗൈസ്, പോയിന്റ് നില 42 26 ഗൈസ്. ഇതും കൂടി ഇട്ടില്ല എന്നുണ്ടെങ്കിൽ തോക്കും കേട്ടോ. ഓ കറക്റ്റ് സെന്റർ കേട്ടോ. ഇനി അറിയാൻ പറ്റില്ല. ഞാൻ തോക്കോ ഗൈസ്? 40 എന്നെ കടി പോയിന്റ് ആയി. 46 42. എടാ കംബാക്ക് അടിച്ചടാ. പിടി. അത് ഒരുവിധ സെന്റർ ആണ്. അല്ല എന്നാലും ഉണ്ട്.
വിട്ട് കൊടുക്കില്ല വാശിയായി. ഓ ഇപ്പൊ 46 46. അത് വീഴും. ഒട്ടും വീണില്ല. രണ്ടെണ്ണേ വീണോളൂ. ഇപ്പൊ പോയിന്റ് നില ഗൈസ് 48 കാണോ? എനിക്ക് 48, മൃദുലയ്ക്ക് 46. മൃദുല എറിയാൻ പോകുന്നു. ഓ ആശ്വാസമായി. അമ്പ് ബോൾ എടുക്കാൻ നോക്കോ, പക്ഷെ വെയിറ്റ് കാരണം പൊങ്ങുന്നില്ല. മൃദുല അടുത്ത് എറിയാൻ പോകുന്നു. മൃദുല ഇത് ഇടണം കേട്ടാ, ചാലി പോണേ. കുഴപ്പമില്ല. 60 ഗൈസ്, 60-48. എടാ 60-48 കേട്ടോ. എനിക്ക് 60 ഞാൻ ആലോചിക്കുന്നേ. അതടിക്കും. 2 എണ്ണം. എത്രയായി പോയിന്റ്? എത്രയായി പോയിന്റ്? ഇവിടെ നോക്കിയാ മതി. വന്നില്ലേ? 56 ആയോളോ? ഒരുപാട് 56 ആയോളൂ ഗൈസ്. അത് എന്തിന് ഇടക്കം ഇട്ടത് കറക്റ്റ്. അവൻ ഡാൻസ് കളിക്കുന്നത്. ഇവള് തോറ്റ് നിന്നിട്ട് ലാസ്റ്റ് ഒന്ന് ജയിച്ചു ഗൈസ്. ഇവളാ എന്റെ മോളെ എന്തിനോടി കണ്ണുണ്ട്. സത്യം പറഞ്ഞാലേ ഞാൻ ചുമ്മാ കളിച്ചാണ് ആദ്യമല്ല, അങ്ങനല്ല. ഞാൻ ഒരു ഉന്നം വെച്ചില്ല, ചുമ്മാ അങ്ങ് എറിഞ്ഞു. പക്ഷെ ഇപ്പൊ ഞാൻ കറക്റ്റ് ഒരു കോൺസെൻട്രേറ്റ് ചെയ്ത് കറക്റ്റ് സെന്റർ പോകാൻ വേണ്ടി എറിയുന്നത്. ഡാൻസ് ഇവിടെ ചെറിയുന്നുണ്ട്. ഒരെണ്ണം ചാലിപ്പോയി. മൃദുല ലാസ്റ്റ് റൗണ്ട് അറിയാൻ പോകുന്നുണ്ടോ? ലാസ്റ്റ് റൗണ്ട് അവിടെ ആൾറെഡി ലീഡിലാണ്. അത് പോയി. അപ്പൊ ഗൈസ് ടോട്ടൽ 86-62. അപ്പൊ കഴിഞ്ഞു, മത്സരം കഴിഞ്ഞു. ഗ്രേറ്റ് ഗെയിം. വിന്നർ എന്ന് എഴുതി കാണിക്കുക. കൺഗ്രാറ്റ്സ് ഒന്നുമില്ല, മോശമായി പോയി. നമ്മുടെ അടുത്ത് നിൽക്കുന്ന ഇവർ രണ്ടുപേരും നല്ലോണം കളിക്കാൻ. പിന്നെ അവര് സ്ഥിരം വരുമെന്ന് കളിക്കാൻ. ഗൈസ് അടുത്തത് ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട്. ഫുട്ബോളിന്റെ ഇത് ഇട്ടുകൊണ്ട് വന്നിട്ട് ക്രിക്കറ്റ് കളിക്കുക. ഹെൽമെറ്റ് ഒന്നും വെച്ചടിച്ചിട്ടില്ല. നെഞ്ചിലൊന്നും ബോൾ കിട്ടല്ലേ ഏറ്. ബാറ്റിന് കുറച്ച് വെയിറ്റ് ഉണ്ട് കേട്ടോ. സച്ചിനാണോ വിരാട്ടാണോ? നമ്മളൊക്കെ ബാറ്റ് ഇറക്കുന്ന ബാറ്റിങ്ങനെ ഇറങ്ങിയ വിരാട് എങ്ങനെ? വയ്യ. കണ്ടോ നീ? അയ്യേ എടാ, ഒരു 5 എണ്ണം അടിക്കണം, ഒരു 5 ബോളെങ്കിലും അടിക്കണം. അച്ഛ അടിക്കോ? ഇല്ലെങ്കിൽ നീ പോയി അടിക്കണേ. അച്ഛ അടിക്കും. കുത്തിക്കൊണ്ടിരുന്നോ? അവ ആഘോഷിക്കുന്നത്. എടാ പതിയെ നീ അടിച്ചില്ലേലും കുഴപ്പമില്ല. ഇവിടെ നോക്ക്, താടിക്ക് കൈയും കൊടുത്തില്ല. ഈ അച്ഛ ഇത് എന്തുവായി കാണിക്കുന്നേ? അവിടെ ഒരെണ്ണം പോലോ, ഒരു റണ്ണ് പോലോ. ഇത് റണ്ണുണ്ടോ? എന്തോ ഗൈസ് ഒന്നും പറ്റുന്നില്ല കേട്ടോ അടിക്കാൻ. ഒരു റണ്ണും 5 വിക്കറ്റുമായിട്ട് ബോൾ തിരുന്നതിനും എന്നെ പുറത്താക്കി. അപ്പൊ നമ്മളിത് സ്കാം ആണെന്ന് പറഞ്ഞായിരുന്നു. നമ്മൾ എന്നാലും വീണ്ടും ഇവിടെ വന്ന് കണ്ടാ നമ്മൊന്ന് എന്റെ ഡേ അല്ലായിരുന്നു കേട്ടോ. ഇന്ന് എനിക്ക് വൻ ഫ്ലോപ്പ് ആയിരുന്നു. എനിക്ക് ക്രിക്കറ്റ് ഒന്നും കളിക്കാൻ പോലും പറ്റില്ല. മൊത്തം ഔട്ടായിരുന്നു. അമ്മൂട്ടിന് ഇത് വേണം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് എടുക്കാം. നീ എന്നാ ചെയ്തോ? എവിടെ ടാപ്പ് ചെയ്യുന്നേ? മിഷൻ വരുന്നുണ്ട്. കറക്റ്റ് ആയിട്ട് കഴിക്കണം.
കിട്ടിയില്ലെങ്കിൽ ഇപ്പൊ നോക്കിയോ. കണ്ട 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 ഇതാ ഞാൻ പറഞ്ഞ സ്കാമാണ്. കണ്ട അത് എടുക്കുന്നില്ല, അത് എടുക്കുന്നില്ല, ഇതിന് പവറില്ല. ചുമ്മാ ഇങ്ങനെ തഴുകി വിടുന്നു. പോവാം വാ. നീ ചോദിച്ചു ഇല്ല എനിക്ക് വേണ്ട, എന്റെ ഇന്നത്തെ ദിവസമേ അല്ല. ഇതെങ്കിലും കുറച്ച് ഫ്രണ്ടോട്ടാക്കാം, അങ്ങോട്ടാക്കാൻ പറ്റില്ല. ക്യാച്ച് കുറച്ച് കണ്ടോ കണ്ടോ കണ്ടോ. ഇനി ആർക്കെങ്കിലും കിട്ടുമോ? പക്ഷെ അത് ക്യാച്ച് ആവുന്നില്ല, പിടിക്കുന്നില്ല. അത് നമ്മളിനി ഞെക്കി പിടിച്ചോണ്ടിരിക്കണോ? എങ്ങനാ? അല്ല ഒറ്റ ഞെക്കല്ലേ, ആവുന്നില്ല. പാടി മുതലേ അത് കറക്റ്റ് കീറിയതാട്ടോ. കേട്ടാന്ന് കിട്ടി, എന്തെങ്കിലും ഒരു ദിവസം കിട്ടിയിരുന്നെങ്കിൽ മതിയായിരുന്നു. സ്റ്റിയറിംഗ് ഇതിനൊക്കെ ഇഷ്ടമല്ലേ? സ്റ്റിയറിംഗ് തിരിഞ്ഞു അത് ഞങ്ങൾക്ക് ഇഷ്ടമാണ്, അതൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. ആക്സിലേറ്റർ ഉണ്ടല്ലേ? ഇവിടെ ആക്സിലേറ്റർ ഒക്കെ ഉണ്ട് കേട്ടോ. കണ്ട് ശീലിപ്പിക്കുക. ഇതുവഴി വരണ്ട, പിന്നെ ഫ്ലോറിൽ കയറണ്ട. തുടങ്ങുന്നതിന് മുന്നേ പേടിയാവുന്ന കേട്ടോ. ഓടിര് ആക്സിലേറ്റർ നീ റോസ് ഒക്കെ എടുത്താണോ? ആ കാറ് ബാക്കി വെക്കണേ. ഇച്ചിരി അങ്ങോട്ടാക്കിക്കൊട്. ഞാൻ തൊടാൻ സമ്മതിക്കുന്നില്ല. നീ ആക്സിലേറ്ററോട് നോർമൽ വണ്ടിയല്ല, ഇതാണ് ഇടിവണ്ടി. ഇത് എപ്പോഴാണ് ഇത്ര വലുതായത്? സൈക്കിളും ഉണ്ട്, കാർഡും ഉണ്ട്. ഗൈസ് നമുക്കിത് ടാപ്പ് ചെയ്യണ്ട, ചുമ്മാ കറങ്ങിക്കൊണ്ടിരിക്കട്ടെ. എന്തോ പാട്ടും പാടിക്കൊണ്ടാ അറിയാറായോ. ഇനി ഈ വഴിക്കൊന്നും ഇപ്പോഴൊന്നും കൊണ്ടുവരും. ഇല്ല ഇതിപ്പോ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് കുഴപ്പമില്ല. ഇനി താഴെ കൂടെ പോകുമ്പോ ചൂണ്ടും ഇങ്ങോട്ട്. അമ്പുകുട്ടി പോവാം മതി പോവാം. ഇവിടെ ഒരു വണ്ടിയുണ്ട്. താണ്ട് അത് പേടിയാണോ? അമ്മ ഇരുന്നല്ലോ. അത് കണ്ടില്ലേ? അവിടെ പേടി, അതിനകത്തൊരു കേജ് ആയതുകൊണ്ട് പേടി. അവിടെ പോയി ചെണ്ട കൂട്ടിയാലോ? ഗായ്സ്, അച്ഛൻ്റെ അമ്മേനെ കാശി കയറാൻ വേണ്ടി എന്തോ ഉണ്ടാക്കി വെച്ചേക്കുന്നത് നോക്കി. ഈ ഏരിയയിലോട്ട് ആദ്യമായിട്ടാ വരുന്നേ. ഇത് പ്യുവർ കുഞ്ഞവന്റെ പ്രായത്തിലുള്ള പിള്ളേർ കളിക്കുന്ന ഏരിയ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇവിടെ കയറുന്നതിന് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. യവന് ഇത് വർക്ക് ചെയ്യാൻ അറിയത്തില്ലല്ലോ, അല്ലേലും അവന് അറിയത്തില്ല. ചുമ്മാ ഇരുന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. ഇവിടെ ആംബുലൻസ് ഒക്കെ ഉണ്ട്. ആംബുലൻസിന്റെ ശബ്ദം ക്യൂട്ടില്ലേ? അതൊക്കെ കാണാനായിട്ട് എല്ലാം കാണാം. വെറൈറ്റി കളിപ്പാട്ടം നിരത്തിയിട്ടേക്കുന്നതാണ്. ഗേൾസിനും ബോയ്സിനും പറ്റിയ ടൈപ്പ് എല്ലാം ഉണ്ട്. ഇത് ഇഷ്ടപ്പെട്ടു തോന്നുന്നു കേട്ടോ. നമുക്ക് ഇതുപോലെ ഒരു സ്റ്റിയറിംഗ് വാങ്ങണേ കേട്ടോ, കാറിലൂടെ വെക്കാൻ. എവിടെ കിട്ടുമോ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ. ഇവന് ഭയങ്കര ഇഷ്ടം സ്റ്റിയറിംഗ്. കണ്ണി കൊള്ളൂ.
കുറ്റം പറയണ്ട, അവൻ നോക്കുമ്പോ കാർട്ടൂണിൽ കാണുന്ന സാധനങ്ങളൊക്കെ ഇല്ലേ, ആദ്യമായിട്ടല്ലേ ഇതൊക്കെ കാണുന്ന. വളർന്ന് അതാ ഞാൻ ആലോചിച്ച. തൊട്ട് നോക്കുന്നോ ലൈറ്റ് ഒക്കെ കത്തുന്നു നിങ്ങളെ. അത് ഇരുട്ടാട്ടോ. ഭയങ്കര ഏകാഗ്രത വേണ്ട ഒരു സംഭവമാണ്. ഞാൻ പലപ്പോഴും റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇത് കോൺസെൻട്രേഷൻ നല്ലോണം വേണ്ടുന്ന കളിയാ. അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിരിക്കും. ഒന്ന് കിട്ടിയില്ല. അത് ഈസി ആയിരിക്കും. എന്താ പിടിക്കാഞ്ഞേ? പിടിക്കാനൊന്നുമില്ലല്ലോ. എത്രണ്ണം പോയി? സ്നിക്കേഴ്സോ? എന്താ ബ്രോ, ഒരെണ്ണം വീഴുമ്പോഴാണോ? 5 പിടിച്ച സ്നിക്കേഴ്സ് കിട്ടും. അപ്പൊ അടുത്ത കൂടെ ടാപ്പ് ചെയ്യാം. അടുത്ത മൃദുല ഞാൻ പിടിച്ചിട്ട് ലാസ്റ്റിൽ ഒരെണ്ണോട് എനിക്ക് പിടിക്കായിരുന്നു. അല്ല 5 കഴിഞ്ഞാൽ പിന്നെ 10 ഉള്ളൂ ഗിഫ്റ്റ്. 10 പിടിച്ച. ബ്രോ 10 ആരെങ്കിലും പിടിച്ചിട്ടുണ്ടോ? ഇല്ല. പിടിച്ച എന്ത് കിട്ടും? പാവയോ? 10 ആരും പിടിച്ചിട്ടില്ല ഗൈസ്. 10 ഇതുവരെ. സോ ട്രൈ ചെയ്ത് നോക്കും മൃദുല. നമ്മള് താഴെ പോയി പ്രതീക്ഷിക്കാത്തടുത്താട്ടോ സാധനം വീഴുന്നത്. ഒരെണ്ണം പിടിച്ചില്ല. ഒന്നൂടെ ഇന്നത്തെ ടോപ്പാണ് 823. മൃദുല അടിച്ച 473. ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം. അയ്യോടാ 773. ചടി കിടിലമായിരുന്നു. അടുത്ത ബലൂൺ പൊട്ടിക്കാട്ടോ. എത്ര ചാൻസാ? 7. അത് 7 കണക്കല്ലേ? 7 എറിഞ്ഞ 7 വീണ ബിഗ് പ്രൈസ്, 5 6 വീണ മീഡിയം പ്രൈസ്, ലെസ് ദാൻ 5 സ്മാൾ പ്രൈസ്. അപ്പൊ ഒരെണ്ണം പൊട്ടിച്ചാലും ഇവിടെ എല്ലാരും സ്നിക്കേഴ്സ് ഇട്ടുണ്ട് കേട്ടോ. 5 പൊട്ടിക്കണ ഏട്ടാ? 5 പൊട്ടിച്ചത് തന്നെ. ഒരെണ്ണത്തിൽ കൊണ്ടാതിയായിരുന്നു. ഞാൻ ഒരെണ്ണം അറിയും, നീ ഒരെണ്ണം അറിയണം കേട്ടോ. ഇപ്പൊ ഫസ്റ്റ് മോനെ എടാ വിടുക്ക. അയ്യോടാ ഏട്ടാ രണ്ടെണ്ണം കൂടെ. പതിയെ ഇല്ലല്ല ഏട്ടൻ 2 പൊട്ടിക്കണ. 2 പൊട്ടിക്കണേടാ. മോനെ മാറാ. പോയി 3 പൊട്ടിച്ചോളൂ. 7 പൊട്ടിച്ചിരുന്നെങ്കിൽ എനിക്കൊന്ന് ഇതായിരുന്നു കിട്ടുന്നത്. 7 പൊട്ടിച്ച് ഇതാണോ കിട്ടുന്നത്? ഈ ടോയാണോ? അല്ല 5 പൊട്ടിച്ച് ഇതാണോ കിട്ടുന്നത്? അതിലേത് വേണോന്ന്? പെൻസിൽ പറയാം. അത് മതി. ആദ്യം ചറവറ പൊട്ടിയായിരുന്നു, പിന്നെ പൊട്ടിയില്ല. എറിയുന്ന ഒന്നുകൂടി നീ അറിയുന്നോ? ഓക്കെ, ഇനി മൃദുല എറിയട്ടെ. ഓക്കെ അടുത്ത മൃദുല ട്രൈ ചെയ്യാൻ വേണ്ടി. അതൊക്കെ പൊട്ടും. കൊണ്ടാ മതി ചൂക്കിനെ ഇതൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത്. എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നില്ല. അടിപൊളി. നോക്കി നീ വെറുതെ 5 കൊണ്ട് കളയണ്ട. ഒന്നോടെ എറി. ഞാൻ അറിയാം. പോയി ഓർമ്മ ഇതെടുക്കോ. ഇത് എറിഞ്ഞല്ലേ? ഇവിടെ കൊണ്ട് പക്ഷെ പൊട്ടിയില്ല. ഇത് മതി. പെൻസിൽ മാത്രമേ ഉള്ളൂ. അടുത്തത് തവള എറിയേക്കാം. ഈ സാധനത്തിന് ഫ്രോഗ് വെക്കും, എന്നിട്ട് ഇതിനകത്ത് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോ അടിക്കും. അത് കിടന്ന് കറങ്ങും കേട്ടോ. ആ സാധനം കിടന്ന് കറങ്ങും.
തവള കയറി. തട്ടിട്ട് പോയി. ഒരാൾക്ക് 6 ചാൻസ് ആണ് ഉള്ളേ. ഏട്ടാ ഈ പല ആംഗിളിൽ നിന്ന് എറി. ഇതാണ്ട് 3 ആംഗിളാ. നമുക്ക് ഇവിടുന്ന് ട്രൈ ചെയ്താ. സ്ട്രൈറ്റ് ആയിട്ട് തന്നെ അടി. നീ ഒരെണ്ണം അടിച്ചു നോക്കുന്നോ? ആ ഞാൻ അടിക്കാം. എടാ ഇത് ഭയങ്കര പാടാട്ടോ. ആ നിങ്ങളത് ഇച്ചിരി പാടെന്ന് പറയാം, നല്ല പാടാ. ഞാൻ ഇനി 2 എണ്ണം. ആ അടുത്ത 2 എണ്ണം നീ കേട്ടോ. നമുക്ക് പെൻസിൽ കുറെ നിങ്ങൾ ആ പാവപ്പെട്ടിതാ പെൻസിൽ ഇഷ്ടം പോലെ കിട്ടി. ഗൈസ് അടുത്ത മൃഗത്തിലെ തവള ഇടുന്നു. എടി പെതുക്കാം, ഒരുപാട് ഫോഴ്സ് കൊടുക്കണ്ട. ഓ ഡാം. നീ അല്ലേ പറഞ്ഞ പതുക്കെ ഉറക്കെ അടിക്കണം. അത്ര ഉറക്കെ അടിച്ചാലും വീഴില്ലടാ. ആ അടിച്ചോ. വീണില്ലല്ലോ. ഞാൻ ഈ വീണണക്ക് തോന്നി. പക്ഷേ ഗൈസ് ഇതിപ്പം പെൻസിൽ കച്ചവടം തുടങ്ങാൻ പറ്റും കേട്ടോ. പെൻസിൽ മതി. ചോക്ലേറ്റ് വേണ്ട, പെൻസിൽ മതി. 3 പെൻസിൽ എന്നാ തരൂ. അപ്പൊ പെൻസിൽ കുറെ ആയി, അതുകൊണ്ടാ. അടുത്ത് നമ്മുടെ ബാസ്കറ്റ്ബോൾ പ്ലെയർ ബാസ്കറ്റ്ബോൾ കളിക്കാൻ പോകുന്നു. വേഗം എറിയണേ. ഓരോ ടൈമിനാ. എറിഞ്ഞോ 2 എറിഞ്ഞോ 3 4 5 എടാ 6 7 8 9 10 സ്പീഡ് 11 12 13 14 15 എടാ വീടിന് കറക്റ്റ് അല്ല കേട്ടോ ഇവര് മാർക്ക് ഇടുന്നേ. ഇപ്പോഴാണോ 15 ആയേ? 16 17 17 ആയില്ല. 17 ആയി, പക്ഷെ 17 കാണിക്കുന്നില്ല. പക്ഷെ നീ 17 അല്ല കേട്ടോ. നമ്മൾ പോയിട്ട് വന്നപ്പോഴത്തേക്ക് വണ്ടി നമ്മൾ സർവീസ് ചെയ്യാൻ പറഞ്ഞായിരുന്നു കേട്ടോ. 350 രൂപയുള്ളൂ. പക്ഷെ നന്നായിട്ട് അല്ലേ, വൃത്തിയായില്ലേ? ഇവിടെ ക്ലീൻ ചെയ്തില്ലടാ. ആ ഫ്രണ്ട് ഇവിടെ അതെല്ലാടും ക്ലീൻ ആയിട്ട് അവിടെ ക്ലീൻ ആക്കാഞ്ഞപ്പോ ഒരു വൃത്തി. പക്ഷെ സൈഡൊക്കെ നല്ല വീൽ കപ്പ് എല്ലാം നല്ല ക്ലിയർ ആയിട്ടോ. നല്ലോണം തുടച്ചിട്ടുണ്ടല്ലേ. ആ 350 രൂപയുള്ള സർവീസ് ചെയ്തിട്ടുണ്ട്. ഗ്ലാസ് ക്ലിയർ ആയില്ല. ക്ലിയർ ആയിട്ടോ. ഇങ്ങോട്ട് സൈഡിൽ നിന്ന് നോക്കി. ഫിംഗർ പ്രിന്റ് ഉണ്ട്, കൈ വെച്ച പാടുണ്ട്. ശരിയാ ഗൈസ്, അങ്ങനെ നമ്മൾ കളിച്ച് നേടിയ സാധനങ്ങൾ എത്ര? 500 രൂപ ഉണ്ടായിരുന്നല്ലോ കേട്ടോ. 1000 രൂപ എന്ന് പറഞ്ഞത് എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. പക്ഷെ 500 രൂപ നോക്കിയപ്പോ 500 രൂപ. അത് ചീറ്റിംഗ് ആയിപ്പോയി. പിന്നെ നമ്മള് സോക്സ് താണ്ടെങ്കിൽ ഇട്ടുകൊണ്ട് വന്നു. സോക്സ് കിട്ടി. പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു. കുറച്ചു നേരം ഒരു നമ്മളാ ഒരു സത്യം നമ്മള് ആദ്യമായിട്ടാ ഫണ്ടൂറ ഇങ്ങനെ ഇത്ര എക്സ്പ്ലോർ ചെയ്യുന്നത്. ആദ്യം ക്രിക്കറ്റ് ഇച്ചിരി പാളിയാലും പിന്നെ നമ്മൾ അങ്ങോട്ട് ഫോം ആയിരുന്നു. ഇത് പിടിച്ചത് കേട്ടോ. ഞാൻ ഒന്ന് ശ്രദ്ധിച്ചു. പക്ഷേ ഏട്ടൻ അടിപൊളിയായിട്ട് 2 വട്ടം അത് സെറ്റ് ആയിരുന്നു. പിന്നെ ബാസ്കറ്റ് ബോൾ ഏട്ടൻ കറക്റ്റ് എറിഞ്ഞ് 17 വീണായിരുന്നു. പക്ഷെ അത് കൗണ്ട് ആവുന്നില്ല. പക്ഷെ അതിന് പ്രൈസ് ഇല്ലടാ. പ്രൈസ് ഇല്ല. ആ പോയിന്റ് എത്രയാണോ ആടാം. പക്ഷെ ആടായിട്ടില്ല. ഇനി ആയിരിക്കും ആടാം. തവളയെ ഏട്ടൻ ഒരെണ്ണം ഇട്ട് പിള്ളേരെ കൊണ്ട് കേറിയ ഗൈസ്. എല്ലാം പിള്ളേര് കേറി. പിന്നൊരു കാര്യം, കുഞ്ഞിന്റെ മേളത്തെറി ചുമ്മാ അത് റീചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല. അവൻ കേറി. അപ്പോ നാളെ നമ്മളൊരു കുട്ടി യാത്ര പോവാൻ ഫോർച്യൂണർ എടുത്തിട്ട് ഒരു മലകയറ്റം. വേറെ പരിപാടിയൊന്നുമില്ല. എന്തായാലും നമുക്ക് 2 പെട്ടിയെ ലഗേജേ ഉള്ളൂ. അപ്പൊ ഒരു പെട്ടിയിൽ നമ്മൾ കുക്കിംഗ് സാധനം എല്ലാം എടുക്കാന്ന് വിചാരിച്ചു. അതുമല്ല വാങ്ങിച്ചു വെച്ച സാധനങ്ങളൊന്നും ഉപയോഗിക്കണ്ടേ. അതെ, ഇതിനകത്ത് കുറച്ച് സാധനങ്ങൾ നമ്മൾ ഉപയോഗിച്ചിട്ടില്ല ഇതിനായിട്ടും. നമ്മളൊരു പുതിയ കുക്കർ വാങ്ങിച്ചായിരുന്നു. നമ്മളെ കുക്കറിന്റെ ഒരു ചിക്കൻ വേവ് 7 വിസിലൊക്കെ വേണം. അതുകൊണ്ട് നമ്മളൊരു കുക്കർ വാങ്ങിച്ചായിരുന്നു. അപ്പൊ എന്തായാലും അതെല്ലാം നമ്മൾ ഈ ഒരു പെട്ടിക്കകത്ത്. പിന്നെ അല്ലാണ്ട് നമ്മളൊരു പെട്ടിക്കകത്ത് അമ്പൂന് മില്ലറ്റ് മാഗിയും സവാളയും പിന്നെ കുറച്ച് ഇഞ്ചിയും ഇതൊക്കെ കണ്ടോ. നമ്മള് വീട്ടിൽ ഉപ്പിലിട്ടോ. അപ്പൊ ഉപ്പിലിട്ട നെല്ലിക്ക പൊടികളുണ്ട് ഇവിടെ. ഇതെല്ലാം ഒരു ചെറിയ ഇതില് പൊടികള്. പിന്നെ സവാള, കൊച്ചുള്ളി,
വെളുത്തുള്ളി, ഇഞ്ചി, ചുമ്മാ എടുത്തു വെച്ചേക്കുന്ന ഒരു ഇതിന് നമ്മള് പറ്റിയ കുക്ക് ചെയ്യും. റൂം എടുത്താലും കുക്ക് ചെയ്യും. അതെ, എന്തായാലും നോക്കാം. ഒരാഗ്രഹം, ചെറിയൊരു ട്രിപ്പ്. ഈ ട്രിപ്പിൽ നമുക്ക് ഹോട്ടലിൽ നിന്ന് പുറത്തുനിന്ന് മാക്സിമം കുറയ്ക്കാനായിട്ടുള്ള ശ്രമം നടത്താം. അതുപോലെ ഒരുപാട് കഴിക്കണ്ട, കുറച്ച് കുറച്ച് കഴിച്ചാൽ മതി. അതെ അതെ, അപ്പൊ നോക്കാം, നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ നോക്കാം യാത്രയില്. സോ പിന്നെ നമ്മളെ ചെയർ, 2 പോർട്ടബിൾ ചെയർ എല്ലാം ഇട്ടിട്ടുണ്ട്. കുറച്ച് പ്ലേറ്റ്, സ്പൂണ്. കുട്ടി ചെറിയൊരു നമ്മള് യാത്രയൊക്കെ പോയിട്ട് എത്ര നാളായല്ലേ. ലാസ്റ്റ് നമ്മള് പൊന്മുടി പോയിട്ട് തിരിച്ചു വന്ന്. പിന്നെ അല്ലാതെ എറണാകുളത്ത് വണ്ടി ശരിയാക്കാൻ പോയി. അതൊരു ട്രിപ്പ് അല്ല, വേറൊരു ആവശ്യത്തിന് പോയതാ. മനുഷ്യല്ല പോയിട്ട് വന്നേ പിന്നെ വേറെ എങ്ങും പോയില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ ട്രിപ്പ് പോന്നു പറയുമ്പോ എന്തോ ഒരു ഇതാ അല്ലേ. ട്രിപ്പ് പോന്നു പറയുമ്പോ ഇത്രയും ദൂരം പോന്നോ. നീ ഹാപ്പിയാണ്? ട്രിപ്പ് പോണ്ടേ നമുക്ക്? എനിക്ക് കാറിൽ ഇരിക്കാൻ ഇഷ്ടമല്ലേ? കാറിൽ ഇരിക്കുവാണെങ്കിൽ അമ്പു വീട്ടിൽ ഇരിക്കുന്നതിനേക്കാളും നല്ലോണം ഉറങ്ങും. അതെ. അപ്പൊ നമ്മളിതൊക്കെ പാക്ക് ചെയ്യട്ടെ. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ നാളെ കാണാം, നാളത്തെ വിശേഷങ്ങൾ. അപ്പൊ അത്രേ ഉള്ളൂ. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യണേ ഗൈസ്. അപ്പൊ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. അപ്പൊ ഹോപ്പ് ഗൈസ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇപ്പൊ എല്ലാ വീഡിയോയിലും ഔട്ട്ഡോറിലും മൃദുലേക്ക് അടിയാ. ബൈ.